നമസ്കാരം. ഇ.ഡി. ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസിലെ പ്രതികൾ പോലീസ് സ്റ്റേഷനിൽ ഓണാഘോഷത്തിൽ പങ്കെടുത്ത സംഭവത്തിൽ പോലീസിനെതിരെ നടപടി. തിരുവനന്തപുരം മ്യൂസിയം പോലീസ് സ്റ്റേഷനിലാണ് സംഭവം. ജാമ്യത്തിൽ പുറത്തിറങ്ങിയ പ്രതികൾ പോലീസ് സ്റ്റേഷനിൽ ഒപ്പിടാനെത്തിയപ്പോഴാണ് ഓണാഘോഷത്തിന്റെ ഭാഗമായി റീൽസ് ചിത്രീകരിച്ചത്. സംഭവം പുറത്തു വന്നതോടെ പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടായ ഗുരുതര വീഴ്ചയാണ് ഇപ്പോൾ ചർച്ചയാകുന്നത്. ഇ.ഡി. ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസിലെ പ്രതികളായിരുന്നവർക്ക് പോലീസ് സ്റ്റേഷനിൽ ഇത്തരത്തിൽ ഓണാഘോഷത്തിൽ പങ്കെടുക്കാനും റീൽസ് ചിത്രീകരിക്കാനും അവസരം ലഭിച്ചതാണ് പ്രധാന വിവാദം. സാധാരണയായി കേസിലെ പ്രതികൾ സ്റ്റേഷനിലെത്തുന്നത് നിയമപരമായ നടപടികൾ പൂർത്തിയാക്കുന്നതിനായാണ്. എന്നാൽ ഇവിടെ ഒപ്പിടാനെത്തിയ പ്രതികൾ പോലീസ് ഉദ്യോഗസ്ഥർക്കൊപ്പം ഓണാഘോഷത്തിൽ പങ്കെടുക്കുകയും റീൽസ് ചിത്രീകരിക്കുകയും ചെയ്തുവെന്നാണ് റിപ്പോർട്ടിലുള്ളത്. സംഭവത്തിൽ 6 പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെയാണ് ആദ്യഘട്ട നടപടി. ഇവരെ AR ക്യാമ്പിലേക്ക് സ്ഥലം മാറ്റാനാണ് തീരുമാനം. പോലീസ് സ്റ്റേഷനിൽ നടന്ന സംഭവത്തിൽ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്ന് വീഴ്ചയുണ്ടായെന്നാണ് അന്വേഷണ റിപ്പോർട്ടിലെ പ്രധാന കണ്ടെത്തൽ. സംഭവത്തിന്റെ ഗൗരവം കണക്കിലെടുത്താണ് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി സ്വീകരിക്കുന്നത്. സംഭവത്തിൽ ഗൂഢാലോചന നടന്നിട്ടുണ്ടോ എന്നതും വിശദമായി അന്വേഷിക്കും. ഓണാഘോഷത്തിൽ പ്രതികൾക്ക് പങ്കെടുക്കാൻ അനുമതി നൽകിയത് ആരാണ്? റീൽസ് ചിത്രീകരിക്കാൻ സാഹചര്യമൊരുക്കിയത് എങ്ങനെയാണ്? ഇതിന് പിന്നിൽ മറ്റാരുടെയെങ്കിലും ഇടപെടലുണ്ടായിരുന്നോ? തുടങ്ങിയ കാര്യങ്ങളാണ് അന്വേഷണത്തിൽ പരിശോധിക്കുക. സാധാരണ നടപടിക്രമങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി പ്രതികൾക്ക് സ്റ്റേഷൻ പരിസരത്ത് തുടരാൻ അവസരം ലഭിച്ചതും അന്വേഷണത്തിന്റെ ഭാഗമാകും. സംഭവത്തിൽ നേരിട്ടുള്ള ഉത്തരവാദിത്തം ആർക്കൊക്കെയുണ്ടെന്ന് കണ്ടെത്തിയ ശേഷമായിരിക്കും തുടർ നടപടികൾ. ഇതുമായി ബന്ധപ്പെട്ട അന്തിമ തീരുമാനം IG തലത്തിൽ ഉണ്ടാകുമെന്നാണ് സൂചന. സംഭവത്തെക്കുറിച്ച് സിറ്റി പോലീസ് കമ്മീഷണർ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർക്ക് റിപ്പോർട്ട് സമർപ്പിച്ചിരുന്നു. പോലീസിന്റെ ഭാഗത്തു നിന്ന് വീഴ്ച സംഭവിച്ചുവെന്ന് വ്യക്തമാകുന്ന റിപ്പോർട്ടാണ് സമർപ്പിച്ചത്. പോലീസിന്റെ അനുമതിയോടെയാണ് IP ബിനു അടക്കമുള്ള പ്രതികൾ ഓണാഘോഷത്തിൽ പങ്കെടുത്തതും റീൽസ് ചിത്രീകരിച്ചതും എന്നാണ് കമ്മീഷണറുടെ റിപ്പോർട്ടിൽ പറയുന്നത്. സംഭവത്തിൽ മറ്റൊരു പ്രധാന പരാമർശം റിപ്പോർട്ടിലുണ്ട്. പ്രതികൾ പോലീസ് ഉദ്യോഗസ്ഥരുടേതിന് സമാനമായ നിറത്തിലുള്ള ഷർട്ട് ധരിച്ചുവെന്നതാണ് അത്. ഇത്തരത്തിൽ ഒരേ നിറത്തിലുള്ള വസ്ത്രങ്ങൾ ധരിച്ചത് ആസൂത്രണമായിരുന്നോ എന്നതും പരിശോധിക്കണമെന്നാണ് റിപ്പോർട്ടിലെ നിർദ്ദേശം. അതേസമയം IP ബിനു ഉൾപ്പെടെയുള്ളവർ സമാന നിറത്തിലുള്ള ഷർട്ട് ധരിച്ചതിൽ പോലീസ് ഇടപെടൽ ഉണ്ടായിട്ടില്ലെന്നും റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നുണ്ട്. ഓണാഘോഷം നടക്കുന്നതിനിടയിൽ പ്രതികളെ പോലീസ് സ്റ്റേഷൻ പരിസരത്ത് തന്നെ നിർത്തിയതും വീഴ്ചയായി ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. കേസിലെ പ്രതികൾ സ്റ്റേഷനിലെത്തിയത് ഒപ്പിടാനായിരുന്നുവെങ്കിൽ നിയമപരമായ നടപടികൾ പൂർത്തിയാക്കിയ ശേഷം അവരെ ഉടൻ തന്നെ പറഞ്ഞയക്കേണ്ടതായിരുന്നു. എന്നാൽ ഓണാഘോഷം നടക്കുകയാണെന്ന സാഹചര്യം പരിഗണിക്കാതെ പ്രതികളെ സ്റ്റേഷൻ പരിസരത്ത് തുടരാൻ അനുവദിച്ചെന്നാണ് റിപ്പോർട്ടിലെ കണ്ടെത്തൽ. ഒപ്പിടാനുള്ള നടപടികൾ പൂർത്തിയാക്കിയ ശേഷം പ്രതികളെ വേഗത്തിൽ പറഞ്ഞയക്കുന്നതിൽ പോലീസ് വീഴ്ച വരുത്തിയെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ഇതാണ് സംഭവത്തിന് വഴിയൊരുക്കിയ പ്രധാന കാരണങ്ങളിലൊന്നായി വിലയിരുത്തുന്നത്. സ്റ്റേഷനിൽ ഒരാഘോഷ പരിപാടി നടക്കുമ്പോൾ കേസിലെ പ്രതികൾ അവിടെ തുടരുന്നത് ഒഴിവാക്കേണ്ടതായിരുന്നുവെന്നാണ് അന്വേഷണ റിപ്പോർട്ടുകളിലെ നിലപാട്. ഇതിനിടെ സംഭവത്തിന്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നതോടെ വലിയ വിമർശനമാണ് ഉയർന്നത്. കേസിൽ പ്രതികളായവർ പോലീസ് സ്റ്റേഷനിലെ ആഘോഷത്തിന്റെ ഭാഗമാകുന്നതും റീൽസ് ചിത്രീകരിക്കുന്നതും പോലീസിന്റെ പ്രവർത്തന രീതിയെ തന്നെ ചോദ്യം ചെയ്യുന്ന സാഹചര്യമുണ്ടാക്കി. പ്രത്യേകിച്ച് ഇ.ഡി. ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസുമായി ബന്ധപ്പെട്ട പ്രതികൾ തന്നെയാണ് ഇത്തരത്തിൽ പോലീസ് സ്റ്റേഷനിലെ പരിപാടിയിൽ പങ്കെടുക്കുന്നതെന്ന സംഭവത്തിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നു. ഇനി അന്വേഷണത്തിന്റെ പ്രധാന ലക്ഷ്യം സംഭവത്തിന് പിന്നിലെ യഥാർത്ഥ സാഹചര്യം കണ്ടെത്തുകയാണ്. പ്രതികൾക്ക് സ്റ്റേഷനിലെ ആഘോഷത്തിൽ പങ്കെടുക്കാൻ അനുമതി നൽകിയത് ആരായിരുന്നു? ഏത് ഉദ്യോഗസ്ഥരുടെ അറിവോടെയാണ് പരിപാടിയിൽ പങ്കെടുത്തത്? റീൽസ് ചിത്രീകരിക്കാൻ അനുമതി ലഭിച്ചത് എങ്ങനെയാണ്? ഒരേ നിറത്തിലുള്ള വസ്ത്രങ്ങൾ ധരിച്ചതിന് പിന്നിൽ പ്രത്യേകമായ ആസൂത്രണമുണ്ടായിരുന്നോ? തുടങ്ങിയ കാര്യങ്ങളിൽ വിശദമായ പരിശോധന നടക്കും. 6 ഉദ്യോഗസ്ഥരെ AR ക്യാമ്പിലേക്ക് മാറ്റിയ നടപടി ഇതിലെ ആദ്യഘട്ടം മാത്രമാണ്. അന്വേഷണത്തിന്റെ അടിസ്ഥാനത്തിൽ കൂടുതൽ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി ഉണ്ടാകുമോ എന്നതും ഇനി വ്യക്തമാകും. അതുകൊണ്ട് തന്നെ സംഭവത്തിൽ പോലീസ് വകുപ്പിന്റെ തുടർ നടപടികൾ നിർണായകമാണ്. ഒരു പോലീസ് സ്റ്റേഷനിലെ ഓണാഘോഷം എങ്ങനെ വിവാദത്തിലേക്ക് മാറി എന്നതാണ് ഇപ്പോൾ പ്രധാന ചോദ്യം. കേസിലെ പ്രതികൾ നിയമപരമായ ആവശ്യത്തിനായി സ്റ്റേഷനിലെത്തിയപ്പോൾ അവരെ ആഘോഷത്തിന്റെ ഭാഗമാക്കാൻ അനുവദിച്ചതിൽ തന്നെ വീഴ്ചയുണ്ടായെന്നാണ് നിലവിലെ റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. പ്രതികൾക്ക് പ്രത്യേക പരിഗണന ലഭിച്ചോ? അതോ ഉദ്യോഗസ്ഥരുടെ അശ്രദ്ധ മാത്രമാണോ സംഭവത്തിന് പിന്നിൽ എന്നതും അന്വേഷണത്തിലൂടെ പുറത്തുവരേണ്ടതുണ്ട്. സംഭവത്തിൽ ഗൂഢാലോചനയുണ്ടോ എന്ന പരിശോധനയും പൂർത്തിയാകുന്നതോടെ കൂടുതൽ വിവരങ്ങൾ പുറത്തുവരും. നിലവിൽ 6 ഉദ്യോഗസ്ഥർക്കെതിരെ സ്ഥലംമാറ്റ നടപടി സ്വീകരിച്ചിരിക്കുകയാണ്. പോലീസ് സ്റ്റേഷനിലെ ഓണാഘോഷം, കേസിലെ പ്രതികളുടെ റീൽസ്, 6 ഉദ്യോഗസ്ഥർക്കെതിരായ നടപടി. സംഭവത്തിൽ ഇനി എന്തെല്ലാം കണ്ടെത്തലുകളാണ് പുറത്തുവരുന്നതെന്ന് കാത്തിരിക്കുകയാണ്. അന്വേഷണം മുന്നോട്ടു പോകുന്നതോടെ സംഭവത്തിന്റെ പൂർണ്ണ ചിത്രം വ്യക്തമാകുമെന്നാണ് പോലീസ് വൃത്തങ്ങൾ നൽകുന്ന സൂചന. ഇത്തരത്തിലുള്ള വാർത്തകൾ കൃത്യമായി അറിയാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാനും മറക്കരുത്.
പുതിയ വാർത്തകൾക്കായി ബെല്ലൈക്കൺ കൂടി അമർത്തുക. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്. HIV അണുബാധ സന്തോഷപൂർണമായ ഒരു ജീവിതത്തിന് തടസ്സമല്ല. HIV അണുബാധയ്ക്ക് ഫലപ്രദമായ ചികിത്സ ഇന്ന് ലഭ്യമാണ്. ഇതിന് യഥാസമയം അണുബാധ കണ്ടെത്തുന്നതും കാലേക്കൂട്ടി ചികിത്സ നടത്തേണ്ടതും അത്യാവശ്യമാണ്. സൗജന്യമായ ചികിത്സയും മാർഗനിർദ്ദേശങ്ങളും സർക്കാർ ആശുപത്രികളിലെ ART അഥവാ ഉഷസ് കേന്ദ്രങ്ങളിൽ ലഭ്യമാണ്. ആരോഗ്യ സംരക്ഷണം ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്.